ഈ തെരഞ്ഞെടുപ്പില് മത്സരം രണ്ട് പാനൽ തമ്മിലായിരുന്നു. അതിന് ഒരു പാനലിൻ്റെ നേതൃസ്ഥാനത്ത് ഞാനായിരുന്നു. ഇവിടെ സഭാ മെമ്പർമാർ പമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങളുടെ പാനലിനെ ജയിപ്പിക്കുകയും ചെയ്ത് 19-ാം തീയതി ഇന്നലെ പൊതുയോഗം പഴയ കമ്മിറ്റി പൊതുയോഗം വിളിച്ച് ചാർജ് ഇന്ന് രാവിലെ മറ്റ് കാര്യങ്ങളും അധികാരങ്ങൾ എല്ലാവരും ഓരോരുത്തർക്ക് ചുമതല ഏറ്റെടുക്കും. ആദ്യമായി ചെയ്യാനുള്ള ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണമാണ്. ക്ഷേത്രത്തിൻ്റെ ഒരു ചിത്രത്തിന് പോയി കിടക്കുകയാണ്. അവിടെ ആ പണിയെല്ലാം ചെയ്യുന്നു. സ്കൂളിൻ്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. കൂടാതെ ഇവിടുത്തെ സഭാ മെമ്പർമാർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം ഏർപ്പെടുത്തണം എന്നുള്ളൊരു ചിന്താഗതി ഞാൻ ആദ്യകാലം മുതൽ ആലോചിക്കുന്ന കാലത്ത്. പക്ഷെ നമുക്ക് വരുമാനമില്ലാത്തതിൻ്റെ പുറത്ത് നമ്മളത് ചെയ്തിരുന്നില്ല. ഇനി വരുമാനം ഉണ്ടാക്കാനുള്ള ഇതുണ്ട്. അതുണ്ടാക്കി കഴിഞ്ഞാൽ മെമ്പർമാർക്ക് ഒരു അലവൻസ് കൊല്ലം തോറും കൊടുക്കാവുന്ന രീതിയിലേക്ക് സഭയെ എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് 125 കൊല്ലം പഴക്കമുള്ള ക്ഷേത്രവും ഗുരുദേവൻ പ്രതിഷ്ഠിച്ച, അതാണ് ഗുരുദേവനാൽ ഉണ്ടാക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വൈകുന്നേരം ചെറായിക്ക് പ്രാധാന്യം. ഇതിവിടെ മാത്രമല്ല അറിയപ്പെടുന്നത്. ഞാൻ തമിഴ്നാട്ടിലോ മറ്റ് കർണാടകത്തിലോ ഒക്കെ ചെന്നാൽ ഇങ്ങനെ സഭയുടെ കാര്യം പറയുമ്പോൾ അവർ വളരെ ആകാംക്ഷയോടുകൂടി ചോദിക്കാറും സംസാരിക്കാറും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. അതുപോരാ, വളരെയധികം തീർത്ഥാടകരെ ഇങ്ങോട്ട് വരാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി അത് പ്രാബല്യത്തിൽ കൊണ്ടുവരും. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാക്കി മാറ്റണമെന്നാണ് ആഗ്രഹം. ഇവിടുത്തെ സഭാ മെമ്പർമാരുടെ ആഗ്രഹം നിറവേറ്റണമെന്ന് താല്പര്യപ്പെട്ടു. ക്ഷേത്രത്തെ സംബന്ധിച്ച് 2018 കോവിഡ് പരമായിട്ട് ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ മുടങ്ങിക്കിടുന്ന സാഹചര്യമാണ് ഞങ്ങളുടെ നേതൃത്വത്തിൽ ഭരണത്തിൽ വരുമ്പോൾ ഉണ്ടായത്. അതൊക്കെ ഒന്ന് മാറ്റി രണ്ട് ഉത്സവം വളരെ പ്രൗഢ ഗംഭീരമായ രീതിയിൽ നടത്താനുള്ള സാഹചര്യം എൻ്റെ കമ്മിറ്റിക്കുണ്ടായി. അതുപോലെ തന്നെ കൊടിമര ധ്വജപ്രതിഷ്ഠ സംബന്ധിച്ച ഒരു വിഷയമുണ്ടായി. അതിന് കൊടിമരം ഇവിടെ തൈലാധിവാസം നടത്തി അതിൻ്റെ ഭാഗങ്ങളൊക്കെ ചെയ്യാനുള്ള യോഗം എൻ്റെ കമ്മിറ്റിക്കുണ്ടായി. വരുംകാല ഭാവിയിൽ ഇപ്പോൾ ചാർജ് ഏൽക്കുന്ന സഭാ കമ്മിറ്റിയുമായി യോജിച്ച് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എല്ലാ സഹായ സഹകരണവും ഞാൻ അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു. ന്യൂസുകൾ ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.